ഹലോ, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് ഒരു മെക്കാനിക്കിൻ്റെ സഹായമില്ലാതെ ഒരു ഉപയോഗിച്ച വണ്ടി വാങ്ങുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെയും ഒക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്നുള്ളൊരു വിശ്വാസത്തോടെ നമുക്ക് ഏതായാലും കൂടുതലൊന്നും പറയാതെ ഈ ഒരു വണ്ടിയുടെ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ആദ്യം ഒന്ന് ഈ ഒരു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആദ്യം എൻജിൻ്റെ വർക്കിംഗ് ആണ് ആദ്യമായിട്ട് നോക്കേണ്ടത്. അതിന് എൻജിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കണം. അതിനായിട്ട് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സൗണ്ടിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമൊന്നുമില്ലാതെ ഒന്ന് റേസ് ആക്കിയിട്ട് സാധാരണഗതിയിലല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടൊക്കെ വണ്ടി ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം, എന്തെങ്കിലുമൊക്കെ ഒന്ന് റേസ് ആക്കി നോക്കുക. എന്തെങ്കിലുമൊക്കെ സാധാരണഗതിയിലൊക്കെ ഒരു എൻജിൻ്റെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ടിങ്ങിന് ഫീലിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളും ആ എൻജിന് നല്ല കാര്യമായിട്ടൊരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് മെയിനായിട്ട് അങ്ങനെ സാധാരണഗതിയിൽ ഒരു വണ്ടിക്ക് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു വണ്ടിയുടെ എൻജിന് നല്ല കാര്യമായിട്ട് തന്നെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ റേസാക്കി നോക്കാം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സൈലൻസറിൽ നിന്നും വരുന്ന പുകയാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് നന്നായിട്ട് റേസാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ സൈലൻസറിൽ നിന്ന് വരുന്ന പുക ഒന്നും വരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സൈലൻസർ ഓക്കെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ വെള്ള കളറിലോ അല്ലെങ്കിൽ കറുത്ത നിറത്തിലൊക്കെയാണ് ആ ഒരു സൈലൻസറിനകത്തുനിന്ന് പുക വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സൈലൻസറിന് കാര്യമായിട്ട് തകരാറുണ്ട്. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോക്ക്ഡൗൺ സമയമായതുകൊണ്ട് തന്നെ ഒരു വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെക്കാനിക്കിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ മെക്കാനിക്കിൻ്റെ കട എന്ന് പറയുന്നത് ചിലപ്പോൾ ടൗണിലേക്കായിരിക്കും. അപ്പോൾ അത്രയും ദൂരം യാത്ര ചെയ്യാൻ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് ആ ഒരു വണ്ടിയുടെ കണ്ടീഷൻസുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും വണ്ടി നിങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒന്ന് റേസാക്കി ഇങ്ങനെ നോക്കിയാൽ മതി. അങ്ങനെ ഒരുപാട് റേസാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് റേസാക്കി തന്നെ നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ആ ഒരു റേസ് നോക്കുമ്പോൾ സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ എന്താണ് അവിടെ ഉള്ളത് എന്നുള്ളത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ എൻജിൻ്റെ ഓയിൽ ലീക്ക് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ് അവിടെ എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്നുള്ളത്. ഇതിപ്പോൾ അവിടെ നിങ്ങൾ ചെറിയൊരു വെള്ളം കാണുന്നത് അവിടെ ഒരു വെള്ളം ഇപ്പോൾ കയറ്റി വെച്ചതേ ഉള്ളൂ, അതാണ്. അപ്പോൾ ഇത് ഈ ഒരു ഓയിൽ ലീക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഓയിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ടെങ്കിൽ ചെറിയ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പെടുക. അപ്പോൾ വെറുതെ എന്തിനാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരുപാട് പൈസ നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ നന്നാക്കി എടുക്കാൻ തന്നെ നല്ല പൈസയാവുകയും ചെയ്യും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു പൈസയും കുറച്ചുകൂടി ക്യാഷൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരു പുതിയ വണ്ടിയൊക്കെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അവിടെ എൻജിൻ ലീക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഏതായാലും കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിൽ നിന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. കണ്ടാൽ തന്നെ ഏതൊരാൾക്കും, അല്ലെങ്കിൽ അത്യാവശ്യം വണ്ടി ഉപയോഗിക്കാവുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കൂട്ടുകാരടുത്തൊക്കെ നമുക്ക് വണ്ടി ഉണ്ട്, അപ്പോൾ അവരോട് ഒന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അവിടെ പിന്നെ എൻജിൻ്റെ ഓയിൽ ലീക്ക് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ ടയറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇതിനകത്ത് നമുക്ക് ഒറിജിനൽ ടയറാണ്. അപ്പോൾ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നമുക്കത് ഒറിജിനലാണോ അല്ലെങ്കിൽ റീസോളാണോ ടയറാണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ റിമ്മിൻ്റെ കണ്ടീഷനാണ്. റിമ്മ് ഒന്ന് നോക്കുക. വാങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അധികവും പെട്ടുപോവുക. ഇതൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. റീസോൾ ടയറിന് ഏകദേശം ഒരു 500 രൂപയൊക്കെ വില വരുന്നുള്ളൂ. പക്ഷേ ഒറിജിനൽ ടയറിനാണെന്നുണ്ടെങ്കിൽ ഒരു 2500 രൂപയൊക്കെ ഏകദേശം വരുന്നുണ്ട്. ഈ റിമ്മൊക്കെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ എങ്ങാനും പൊട്ടിയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. പിന്നെ ഇതൊക്കെ നമ്മൾ അധികം നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ റീസോൾ ടയർ ഒരു 500 രൂപയ്ക്ക് നമുക്ക് കിട്ടും. പല രീതിയിലുള്ള ടയറുകളുണ്ട്. പിന്നെ ഒരു ടയറിൻ്റെ കണ്ടീഷൻ നോക്കുക. എത്ര കിലോമീറ്ററുകളോളം ഓടാൻ പറ്റും. ഒരു 10-15 കിലോമീറ്ററൊക്കെ സാധാരണഗതിയിൽ യൂണിക്കോണിൻ്റെ ടയർ
അല്ലെങ്കിൽ ഒരു 30 കിലോമീറ്ററൊക്കെ ഓടണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ടയറിൻ്റെ ഒക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ ഒരു നല്ലൊരു കട്ട പോലെയൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു അതും പിന്നെ റീസോൾ ടയർ ആണെന്നുണ്ടെങ്കിലും ഒറിജിനൽ ടയർ ആണെന്നുണ്ടെങ്കിലും രണ്ട് തമ്മിൽ വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടീഷനൊക്കെ മെയിനായിട്ട് നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ ഒരു 500 രൂപയ്ക്ക് കൊടുത്താൽ തന്നെ നമുക്ക് റീസോൾ ടയർ കിട്ടും. പിന്നെ റിമ്മിൻ്റെ കണ്ടീഷനാണ് മെയിനായിട്ട്. ചിലപ്പോൾ അത് കൂടിയിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ചെറിയ രൂപത്തിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ നല്ലവണ്ണം ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വണ്ടിയൊക്കെ ആയിരിക്കും നമ്മളെ തലയിൽ വെച്ച് തരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ടില്ല എങ്കിൽ പിന്നീടായിരിക്കും നമ്മളൊക്കെ പെട്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്തായിട്ട് ഇതാണ്ടോ, ഈ ഒരു സ്ഥലത്ത് കണ്ടോ, ഈ ഒരു ഭാഗത്തായിട്ട് പിന്നെ വല്ല ഓയിൽ ലീക്കോ ബെൻഡോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഓയിൽ ലീക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നന്നാക്കാൻ തന്നെ ഏകദേശം ഒരു 2000-3000 രൂപയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാം. ഒന്ന് കണ്ടാൽ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആളുകൾ ചിലപ്പോൾ നമ്മളെ തലയിൽ വെച്ച് തരാൻ വേണ്ടിയിട്ട് പല പല ഉഡായിപ്പുകളും നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു വണ്ടീൻ്റെ കാര്യത്തിലേക്ക് നമുക്കവിടെ ഇതിന് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് അത്യാവശ്യം കണ്ടീഷനായിട്ടുള്ള ഒരു യൂണിക്കോണിൻ്റെ ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. കാരണം അത്യാവശ്യം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ നല്ലതായിട്ട് ഒരുപാട് വണ്ടികൾ മാറ്റി മാറ്റി ഇങ്ങനെ കളിക്കുന്നവരായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ ചിലപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുണ്ടോ, ഇവിടെയൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെറിയ രൂപത്തിലേക്ക് ഓയിൽ ലീക്കോ മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഒന്ന് ചിലപ്പോൾ തോന്നി തന്നെ അപ്പോൾ അത് നന്നാക്കാൻ തന്നെ ചിലപ്പോൾ 2000 മുതൽ 3000 രൂപയൊക്കെ വരെ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മക്കളെ പണി കിട്ടും. വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊക്കെ ഒന്ന് പിടിച്ച് നോക്കുക. അത്യാവശ്യം ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കേബിളൊക്കെ പൊട്ടിയിട്ടുണ്ടാവാൻ ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ വണ്ടിയുടെ ബ്രേക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വണ്ടിയുടെ ഡിസ്ക്കാണ്. ഡിസ്കിൻ്റെ കണ്ടീഷനും ഇത് എങ്ങനെയാണ് നോക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ലെവലൊക്കെ ഒന്ന് നോക്കുക. ഏതെങ്കിലും രീതിയിൽ സ്ക്രാച്ചൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ ഇതിൻ്റെ ലൈനൊക്കെ കറക്റ്റാണോ എന്നുള്ളത്. ഡിസ്കിൻ്റെ പിന്നെ പല പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഡിസ്ക് പാഡൊക്കെ തേഞ്ഞിട്ടും വണ്ടി ഓടിക്കുന്നത് ആയിരിക്കാം ഈ ഒരു പല പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്ക്രാച്ചോ മറ്റെന്തെങ്കിലും രീതിയിലൊക്കെ ഒരു ഇത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് നല്ലൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് മാറ്റാൻ തന്നെ നല്ലൊരു രീതിയിൽ കാശ് ചിലവാണ്. അപ്പോൾ അങ്ങനെയുള്ള വണ്ടികളൊന്നും നമ്മൾ എടുത്തിട്ട് ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഡിസ്ക് രൂപത്തിലൊക്കെ വരുന്ന വണ്ടി. ബാക്ക് ബ്രേക്കും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്. എന്നിരുന്നാൽ പോലും മുന്നിലെ ഡിസ്ക്കാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഇനി ഇതിൻ്റെ ചെയിനാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. സാധാരണഗതിയിൽ ഈ ചെയിനൊക്കെ മാറ്റാനായിട്ട് ഏകദേശം ഒരു 1500 രൂപയ്ക്ക്, ബുള്ളറ്റ് ആണെങ്കിൽ ഒരു 3000 ആവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീത്തിൻ്റെ കണ്ടീഷൻ നോക്കി മനസ്സിലാക്കാം എത്ര കിലോമീറ്റർ ഓടുന്നുണ്ടോ എന്നൊക്കെ. ഇതിൻ്റെയൊക്കെ കവറിങ് ഉള്ളത് കാരണം നമുക്കത് പിന്നെ മാറ്റി നോക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കേട് വന്നാൽ പിന്നെ മാറ്റാനായിട്ട് അതൊക്കെ അത്യാവശ്യം പിന്നെ 1500 രൂപയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അപ്പോൾ ഇതിൻ്റെ ഡീറ്റിൻ്റെയൊക്കെ കണ്ടീഷൻ നോക്കി നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. വണ്ടി ഒന്ന് ചാവി ഓൺ ചെയ്തിട്ട് അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ, പിന്നെ അതുപോലെ തന്നെ ഒന്ന് അടിച്ച് നോക്കുക. ഒന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ടിലൊക്കെ എന്ത് പ്രയാസമുണ്ടോ എന്ന് നോക്കുക. പിന്നെ പാസ് ഒന്ന് അടിച്ച് നോക്കുക. പിന്നെ അപ്പാർട്ട്മെൻറ്റ് ലൈറ്റ് കുറവുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുക. പിന്നെ സെൽഫ് ഒന്ന് അടിച്ച് നോക്കുക. ഉടനെ തന്നെ സെൽഫ് അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ബാറ്ററിക്ക് ഏകദേശം ഓക്കെയാണ് എന്ന്. പിന്നെ ഇതിൻ്റെ ബാറ്ററി എത്രയായി, പിന്നെ എല്ലാം സ്വിച്ചൊക്കെ ഒന്ന് ഇട്ട് നോക്കുക. ലൈറ്റിൻ്റേത് പ്രശ്നങ്ങൾ വന്നാൽ പിന്നെ അത് മുഴുവനായിട്ട് മാറ്റണം. ചിലപ്പോൾ ഒരു സ്വിച്ചിനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നാൽ അത് മൊത്തമായിട്ട് മാറ്റേണ്ടി വരും. പിന്നെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് വല്ല ബെൻഡോ പിന്നെ വെൽഡൊക്കെ ചെയ്ത് വെച്ചതായിരിക്കും. അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങളെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടുള്ളൊക്കെ വണ്ടി ആയിരിക്കാം. ചിലപ്പോൾ അത് നോക്കിയാൽ തന്നെ മനസ്സിലാകും. പിന്നെ ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണെന്നായിരിക്കും, പിന്നെ പെട്ടുപോകും. അപ്പോൾ പിന്നെ ചിലപ്പോൾ ഒന്ന് നോക്കിയാൽ തന്നെ വണ്ടി കണ്ടാലും സൈഡിലൊക്കെ ആയിട്ട് ഇതുണ്ടോ ഈ കമ്പിയുടെയൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട്, അല്ലെങ്കിൽ സൈഡിൽ പെയിൻറ്റ് പോയതോ അല്ലെങ്കിൽ സ്ക്രാച്ച് ആയതോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. അതിൻ്റെ ബാക്കത്തെ കാര്യങ്ങളും ഫ്രണ്ടിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഏകദേശം കണ്ടീഷൻസൊക്കെ നമുക്ക് ഏകദേശം ഒരു പെട്ടെന്ന് തന്നെ കാണുമ്പോൾ തന്നെ ആ ഒരു വണ്ടി കുഴപ്പമില്ല. ചിലപ്പോൾ വൃത്തിയൊക്കെ ആയിട്ട് ഇട്ടായിരിക്കാം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്ക് ചിലപ്പോൾ ഒന്ന് ഒരുതി നോക്കുക, ഒന്ന് തൊട്ട് നോക്കുക, ചിലപ്പോൾ ഒന്ന് കുത്തി നോക്കുക. ചിലപ്പോൾ അവിടെ കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നന്നായിട്ട് ആക്സിഡൻറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം.
ഓക്കെ. പിന്നെ ഇതിൽ ബോഡി കണ്ടീഷനൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കണം. റീപ്ലേസ്മെൻ്റൊക്കെ മുന്നിലെ ബോഡിയും ബാക്കിലേയും തമ്മിലൊക്കെ നോക്കി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ പെയിൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്. ഹാൻഡിലിലെ കാര്യമാണെന്നുണ്ടെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇങ്ങനെ അനുഭവം ഉള്ളതാണ്. ഒരുപാട് പൈസ അങ്ങനെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എണ്ണ ടാങ്ക് ഒന്ന് തുറന്നിട്ട് അതിനകത്തൊക്കെ തുരുമ്പ് കയറിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കൃത്യമായിട്ട് നോക്കണം. ഇത് ഈ വണ്ടി ഏകദേശം ഓക്കെയാണ്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത് ചാടിപ്പോയി എടുക്കാതിരിക്കുക. ഇപ്പോൾ കുറഞ്ഞ വിലക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതൊക്കെ നിങ്ങളെ പറ്റിക്കുന്നതായിരിക്കും. ഒരുപാട് അനുഭവം ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഗൗരവത്തിൽ പറയുന്നത്. ഒരുപാട് പൈസ അങ്ങനെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ നല്ലൊരു സംഖ്യ ഒന്ന് നന്നാക്കാനായിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി സൂക്ഷിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നുള്ളൂ. പിന്നെ നമുക്കുള്ള എന്ത് ചെയ്യുക, ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക. ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ നമ്പർ നോക്കണം. ചിലപ്പോൾ RCയിലെ നമ്പറും ഈ നമ്പറും ഒരുപോലെയാണോ എന്നുള്ളത് പറഞ്ഞ് പലതരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടക്കുന്നതായിരിക്കാം. അപ്പോൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ തന്നെ പല റേറ്റിനും ചീപ്പ് റേറ്റിനൊക്കെ നമുക്ക് വണ്ടി തന്ന് ഇങ്ങനെ പല വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വണ്ടി ഒന്ന് പുറത്തേക്കൊന്ന് ഓടിച്ച് നോക്കുക. എത്രത്തോളം നിങ്ങൾക്കത് പെർഫെക്റ്റ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം. ഹാൻഡിലൊക്കെ ബെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. പിന്നെ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് ഒരു വിഷയമൊന്നുമല്ല. എന്നിരുന്നാൽ പോലും അതൊരു നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഹാൻഡിലൊക്കെ ബെൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കിയാൽ തന്നെ അത് മനസ്സിലാകും. അപ്പോൾ ഏതായാലും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം പറയുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.